ഹലോ. ഇന്ന് സൺഡേ രാത്രി 9 മണിയാണ് കേട്ടോ. സത്യത്തിൽ ഈ നേരത്തൊരു ബിരിയാണി എൻ്റെ മനസ്സിൽ പോലും പ്ലാനിങ് ഉണ്ടായിരുന്നില്ല. പക്ഷേ നാളെ പുലർച്ചെ ഹസ്ബൻഡ് പോയി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടാവും ആൾ തിരിച്ചു വരിക. ഇത്രയും ഫ്രഷായിട്ട് മീൻ കിട്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കാതെ ഇരുന്നാൽ അതെനിക്ക് വലിയ വിഷമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും വിചാരിച്ചില്ല. പെരുന്നാളിൻ്റെ അന്ന് ബിരിയാണി വെച്ചതിൻ്റെ ബാക്കി ഒരു 1.5 ഗ്ലാസ് അരി ഉണ്ടായിരുന്നു. ഒന്നും നോക്കിയില്ല, വേഗം ഒരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം സവാള, തക്കാളി, പച്ചമുളക് കട്ട് ചെയ്യുന്ന പരിപാടികളൊക്കെ ഹസ്ബൻഡിൻ്റെയാണ്. ആൾ തന്നെ എല്ലാം ചെയ്തു തന്നു. അപ്പോൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ എൻ്റെ ആയിരുന്നു. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഫിഷ് ബിരിയാണി ഉണ്ടാക്കുന്നത്. പല ടൈപ്പ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. പല ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ബിരിയാണി, പ്രോൺസ് ബിരിയാണിയാണ് എൻ്റെ മാസ്റ്റർ പീസ് ഐറ്റംസ് എങ്കിലും അത് മാത്രമാണ് ഞാൻ കൂടുതൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഞാനൊരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കുന്നത്. സകല ദൈവങ്ങളെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഞാൻ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ഹസ്ബൻഡിനോട് ആദ്യമേ പറഞ്ഞു, എനിക്കിത് ഫസ്റ്റ് ടൈമാണ്, എനിക്ക് ശരിയാവുമെന്നൊന്നും അറിയില്ല. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം, നീ ചെയ്യ്, കുഴപ്പമില്ല. ചിലപ്പോൾ നല്ല വൻ വിജയമാവാറുണ്ട്, ചിലപ്പോൾ അട്ടർ ഫ്ലോപ്പും ആവാറുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ഞാനൊരു സർവൈവൽ കുക്കറാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് അത്ര വലിയ കുക്കിങ്ങിനോട് വലിയ പാഷനുള്ള ഒരാളും ഒന്നുമല്ല. ഉണ്ടാക്കിയാൽ അത്ര വലിയ ടേസ്റ്റും ഉണ്ടാവാറില്ല. എന്നാലും കുഴപ്പമില്ല, തട്ടിമുട്ടിയൊക്കെ ജയിച്ചു പോകാട്ടോ. അപ്പോൾ ഇന്നൊരു ബിരിയാണി ഉണ്ടാക്കിയ കഥയാണിത്. അപ്പം ഏകദേശം ഒരു 10:45 ഞങ്ങളിത് കഴിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അത്ര മോശമായില്ല, നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. ഹസ്ബൻഡിന് ഇഷ്ടമായി എന്ന് പറഞ്ഞു. ഞാനൊരു 3 പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരല്പം എരിവ് കൂടിപ്പോയോ എന്ന് എനിക്കൊരു സംശയം.